ഓക്കെ, ഇപ്പം നമുക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. ഫാക്ടറൈസേഷൻ. ഓക്കെ, ഇപ്പോൾ 30 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 3 × 10 എന്ന് എഴുതാം, ശരിയല്ലേ? അല്ലെങ്കിൽ 5 × 6 എന്ന് എഴുതാം, ശരിയല്ലേ? അല്ലെങ്കിൽ 1 × 30 എന്ന് എഴുതാം, ശരിയല്ലേ? അല്ലെങ്കിൽ 15 × 2 എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് 3, 10, 5, 6, അതേപോലെ 2, ഇതെല്ലാം 30, ഇതെല്ലാം ഈ 15, ഇതെല്ലാം 30ൻ്റെ ഫാക്ടേഴ്സാണ്. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നവരാണ് ഫാക്ടേഴ്സ്. ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 30 കിട്ടും, ശരിയല്ലേ? അതുപോലെ ഓരോ പോളിനോമിയലിനും എന്തോ ഉണ്ടാവണം, ഫാക്ടേഴ്സ് ആക്കാൻ പറ്റും. നമുക്ക് ഓരോ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്, നോക്കാം. 4x - 12. ഓക്കെ, ഒരു ക്വസ്റ്റ്യനാണ് 4x - 12. ഇതൊരു ടേമാണ്, ഇത് അടുത്തൊരു ടേമാണ്. ഓക്കെ, ഈ രണ്ട് ടേമിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് 4 ഉണ്ടെന്ന് പറയാം, ശരിയാണല്ലോ? ഈ 12 എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിളാണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 4 വരുന്നത്? അപ്പോൾ 4x - 12നെ നമുക്ക് എങ്ങനെ 4ൻ്റെ ടേംസിൽ എഴുതാം? 4 × 3, ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് ഞാൻ ആരെ കോമൺ എടുക്കുന്നു? 4നെ കോമൺ എടുക്കുന്നു വിചാരിക്കുക. എങ്കിൽ പിന്നെ ഈ ടേമിൽ ആര് ബാക്കിയുണ്ട്? x. ഈ ടേമിൽ ആര് ബാക്കിയുണ്ട്? 3. ഇവിടെ എന്താ ചിഹ്നം? മൈനസ്. അപ്പോൾ 4 × x - 3 എന്ന് കിട്ടും. അതായത് 4 × x - 3 എന്ന് പറഞ്ഞാൽ 4 × x 4x, 4 × 3 12. അതിൻ്റെ നടുക്കത്തെ ചിഹ്നം എന്താണോ? മൈനസ്. കണ്ടോ? ഈ 4x - 12നെ നമ്മൾ എന്ത് ചെയ്ത് എഴുതിയിരിക്കുകയാണ്? ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വേറൊരു ഇവിടെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലോ? നോക്കാം. 5x - 10 നമുക്ക് എങ്ങനെ എഴുതാം? 5x - 10 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 10 ആണ് കിടക്കുന്നത്, അല്ലേ? 10 എന്ന് പറയുന്നത് 2 × 5 ആണ്, അല്ലേ? അപ്പോൾ 5x = 5x - 10നെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? 2 × 5 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് ഞാൻ 5 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? x - 2. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ. എന്താ ബി പാർട്ട് ക്വസ്റ്റ്യൻ? 5x + 30. ഓക്കെ, ഇപ്പോൾ 5 ഉണ്ട്, 30 ഉണ്ട്. 5ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 30. എന്താണ് 30 എന്ന് പറയുന്നത്? 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്? ഇപ്പോൾ 5x + 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 6. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെ കോമൺ ആയിട്ട് എടുക്കാം? 5ന്. ബാലൻസ് എന്തുണ്ട്? ഇവിടെ 5x ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്? 6 ഉണ്ട്. നടുക്കത്തെ ചിഹ്നം എന്തുവാ? പ്ലസ്. 5 × x + 6 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ. 2x² - 8x. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നോക്കാം. ഈ രണ്ട് ടേമിൽ എന്ത് കോമൺ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ 2x² ഉണ്ട്, അതായത് 2 × x × x എന്ന് അതിൻ്റെ മീനിങ്. 2 × x × x മൈനസ് 8x എന്ന് വെച്ചാൽ 8 × x എന്നാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ടേമിൽ എന്ത് കോമൺ ആയിട്ടുണ്ട്? നമുക്ക് വേണമെങ്കിൽ ഓരോ എക്സിനെ എടുക്കാം. അത് മാത്രമല്ലല്ലോ, ഇവിടെ 2 ഇല്ലേ, ഇവിടെ 8 ഇല്ലേ? 8നെ നമുക്ക് 2 × 4 എന്ന് വിളിച്ചുകൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? 2 × x × x മൈനസ് 8 എന്ന് പറയുന്നത് 2 × 4 എന്ന് വിളിക്കാം, അല്ലേ? × x. അപ്പോൾ ഇവിടുന്ന് എന്തെടുക്കാം? 2 എടുക്കാം, ഇവിടുന്ന് 2 എടുക്കാം, ഇവിടുന്ന് x എടുക്കാം, ഇവിടുന്ന് x എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പുറത്തെടുക്കാം? 2x പുറത്തെടുക്കാം. ഇവിടെ ബാക്കി എന്തുണ്ട്? x മൈനസ് ഇവിടെ ബാക്കി എന്തുണ്ട്? എന്താണ്? 4. അപ്പോൾ 2x × x - 4 എന്ന് കിട്ടി. ഓക്കെ, ഈ പ്രോബ്ലം ഇനി ഇത്രത്തോളം വലുതാക്കി നമ്മൾ ചെയ്യുന്നില്ല, വളരെ ചെറുതാക്കി ചെയ്യാൻ പോവാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2x² - 8x. 2x² - 8x. ഓക്കെ, 2x² എന്ന് വെച്ചാൽ 2 × x × x ആണെന്നും 8x എന്ന് വെച്ചാൽ 8 × x ആണെന്നും ഓർക്കാം. ഇവിടെ രണ്ടിടത്ത് നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന 2xനെയാണ്. 2xനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നിന്നിട്ട് 2x കോമൺ ആയിട്ട് പോയി, പിന്നെ ബാക്കി എന്തുകൊണ്ട്? ഇവിടെ x. ഓക്കെ, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഏത് നമ്പർ കിട്ടുന്നു എന്ന് നോക്കുക. അത് 4 ആണ്. 4 x പോയല്ലോ പുറത്ത്. അപ്പോൾ 2x × x - 4 എന്ന് കിട്ടി. ഇത്രത്തോളം എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യണം? അല്ലാതെ നമ്മൾ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അതിൽ നിന്ന് കോമൺ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ആൻസർ വേഗത്തിൽ കിട്ടുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5x² - 35x. ഇവിടെ നമുക്ക് എന്തിനെ കോമൺ എടുക്കാം? 5xനെ കോമൺ എടുക്കാം, ഇവിടുന്ന് ഒരു 5xനെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് ബാലൻസ് വരും? അപ്പോൾ 5x കോമൺ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 5x² അല്ലേ, 2x ഉണ്ടല്ലോ, അപ്പോൾ ഒരു x ഇവിടെ ബാക്കിയുണ്ട്. ഈ ടൈമിൽ ബാക്കിയുണ്ട്, ഒരു x ബാക്കിയുണ്ട്. ഇവിടെ 35 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 × 7 ആണ്. ഓർക്കുക, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിൽ വരണോ അത്? ഇപ്പോൾ 5 കോമൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരേ ഉള്ളൂ? 7 ഉള്ളൂ. എക്സും പുറത്ത് പോയല്ലോ, അടുക്കത്തെ ചിഹ്നം എന്താ? മൈനസ്. അപ്പോൾ 5x × x - 7 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 4 ക്വസ്റ്റ്യൻസ് ചെയ്തു.
ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, നമ്മൾ ഡി വരെയല്ലേ ചെയ്തത്, ഇത് ഈ ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് നോക്കാം. 8xy മൈനസ് 12x². ഓക്കെ, ഇവിടെ 8ഉം 12ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നതാണെന്ന് ഓർക്കാം? 4ൻ്റെ ടേബിളിൽ വരുന്നതാണ്. 8ഉം അതുപോലെ 12ഉം 6ൻ്റെ ടേബിളിൽ വരുന്നതാണ്, 4ൻ്റെ ടേബിളിൽ. അപ്പോൾ 4 കോമൺ എടുക്കാം. പിന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. ഒരു എക്സ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 8ൽ നിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി 4 എന്ന് പറയരുത്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാക്കി കിട്ടുന്നത് വേണം എഴുതാൻ. ഓക്കെ, 4ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ 8? രണ്ടാമത്തെ. സോ ഇവിടെ 2 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അതായത് 4 × 2 8 വരണം അങ്ങനെ. ഓക്കെ, അപ്പോൾ 2x പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? y മൈനസ് 4 × എത്രയാണ്? 12, 3. അപ്പോൾ 3 x² ആണ്. അപ്പോൾ 2x ഉണ്ട് ഇവിടെ, അതിനകത്ത് ഒരു എക്സ് പോയി. അപ്പോൾ ബാക്കി എന്താണ്? ഒരു എക്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ ആൻസർ? ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതിയാൽ 4x × 2y മൈനസ് 3x. 4x × 2y മൈനസ് 3x എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി വലുതാണ്, ലെങ്തിയാണ്. നോക്കൂ, അവിടെയും ഓരോയിടത്തും നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് ഇതുപോലെ എടുക്കണം. ഓക്കെ, എഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കി, എഫ് ക്വസ്റ്റ്യൻ 30x² പ്ലസ് 48x³ ഓക്കെ x³ y² മൈനസ് 18x² y². ഓക്കെ, ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 30, 48, 18 ഇതെല്ലാം ഏതിൻ്റെ ടേബിളിലാണ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ നമ്പർ കോമൺ എടുക്കണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ 30യെയും 48നെയും 18നെയും സൈഡിലോട്ട് മാറ്റി എഴുതി HCF കണ്ടുപിടിക്കാമെന്ന് എന്താണ്? HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 15 എന്നും 24 എന്നും 9 എന്നും വരും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഓക്കെ, 15 3ൻ്റെ പട്ടികയിൽ 5-ാമതാണ് വരുന്നത്. 24 3 7 21 8 3 24 8 3 3 9. ഇനി കോമൺ ആയിട്ട് ഒന്നുകൊണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ നമ്പേഴ്സിനെ, ഇല്ല. അപ്പോൾ ഈ കിട്ടിയ നമ്പേഴ്സ് ഗുണിച്ചെഴുതുക. 2 × 3 എത്രയാ? 6 ആണെന്ത്? HCF. ഇതാ കോമൺ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, 6നെ പുറത്തെടുത്തു. ഇനി ഇവിടെ എത്ര എക്സ് ഉണ്ട്? 2x ഉണ്ട്. എത്ര y ഉണ്ട്? 3y ഉണ്ട്. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 3x ഉണ്ട്. ഇവിടെ എത്ര y ഉണ്ട്? 2y ഉണ്ട്. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 2xഉം. ഇവിടെ എത്ര y ഉണ്ട്? 2y. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് 2x വെച്ച് 2y വെച്ച് എല്ലായിടത്തും ഉണ്ട്. മിനിമം മാക്സിമം അല്ല മിനിമം. അപ്പോൾ ഒരു x² ഒരു y² കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ബാക്കി എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, 13നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്ന നമ്പർ ആയി കിടക്കുന്നത് കണ്ടോ? ഇവിടെ ഉണ്ടാവും. അത് ഈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടും 5. ഓക്കെ, x² നിന്ന് 2ഉം പുറത്ത് പോയി, y³ നിന്ന് 2y പുറത്ത് പോയി, ഒരു y ഇവിടെ ഉണ്ട്. ഓക്കെ, പ്ലസ് 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ കിടക്കുന്നത് 8. അപ്പോൾ 8 x³ നിന്ന് x² പുറത്ത് പോയി, അപ്പോൾ ഒരു എക്സ് ബാക്കിയുണ്ട്. y² നിന്ന് എന്തുവാ? 2y പുറത്ത് പോയിട്ടുണ്ട്. മൈനസ് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ഈ കിടക്കുന്നത് 3 എന്ന് എഴുതി. x² നിന്ന് 2x പുറത്ത് പോയി, y² നിന്ന് 2y പുറത്ത് പോയി. അപ്പോൾ അവിടെ ഇനി ബാക്കിയൊന്നുമില്ല. ഇതാണ് അവിടുത്തെ ആൻസർ. 6x² y² ഇൻറ്റു 5y പ്ലസ് 8x മൈനസ് 3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ആൻസറും കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 27m³ n⁴ മൈനസ് 9m² n³ മൈനസ് 18m³ n⁵. ഓക്കെ, അപ്പോൾ ഇവിടെയും കുറച്ച് നമ്പേഴ്സ് നമുക്ക് കിട്ടി. 27ഉം 9ഉം 18. ഇത് മൂന്നും കണ്ടാൽ നമുക്കറിയാം ഇത് 3 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത്. ശരിയല്ലേ? 9 ഒരു 9 2 9s are 18, 3 9s are 27. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കണം എന്നില്ല. 9 ആണെന്നുള്ളത് ഉറപ്പിക്കാം. നേരത്തെ നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്തത്. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാൻ പറ്റും ഇത് 9ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അതുകൊണ്ട് 9 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 9 മാത്രമല്ലല്ലോ പുറത്തെടുക്കേണ്ടത്, ബാക്കി ഇനി നമ്മളത് എണ്ണിയില്ലല്ലോ. എം ഇവിടെ 3 എണ്ണം ഉണ്ട്, n 4 എണ്ണം ഉണ്ട്. ഇവിടെ m 2 എണ്ണം ഉണ്ട്, n 3 എണ്ണം ഉണ്ട്. ഇവിടെ m 3 എണ്ണം ഉണ്ട്, n 5 എണ്ണം ഉണ്ട്. അപ്പോൾ m ഏറ്റവും കുറവുള്ളത് മിനിമം എന്ന് പറയുന്നത് 2 ആണ്. n ഏറ്റവും കുറവെന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് പുറത്തെടുക്കണം? 9നെ പുറത്തെടുക്കണം. m² n³ എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. ബാക്കി നോക്കാം നമുക്ക്. 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 3. m³ നിന്ന് 2m പുറത്ത് വന്നു, n² നിന്ന് 3n പുറത്ത് വന്നു. അപ്പോൾ ഒരു m ഉം ഒരു n ഇവിടെ ബാക്കിയുണ്ട്.
ഇനി 9 പുറത്ത് വന്നില്ല, പിന്നെ അവിടെ ഒന്നുമില്ല. എം സ്ക്വയറിനകത്ത് നിന്ന് എം സ്ക്വയർ പുറത്ത് വന്നു, എൻ ക്യൂബിനകത്ത് നിന്ന് എൻ ക്യൂബ് പുറത്ത് വന്നു. അപ്പോൾ അവിടെ ബാക്കി എന്താണ്? 1 മാത്രമാണ്. ഓക്കെ, 1 ഉണ്ടെന്ന് പറയാം. ഓക്കെ, 9 എന്ന് പറയുന്നത് 9 × 1 ആണ്. അപ്പോൾ ആ 9 പുറത്ത് പോയിരിക്കുന്നത്. 1 അവിടെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളവിടെ 0 എഴുതി പോകും. 0 എഴുതിയാൽ തെറ്റല്ലേ? ഇത് അകത്തോട്ട് കിട്ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 9 എം സ്ക്വയർ എൻ ക്യൂബ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? 1 ഉണ്ടാവണം. 1 ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ആ ആൻസർ അവിടെ അകത്ത് വരില്ലല്ലോ. അത് ഓർത്താൽ മതി. ഇനി 18 നിന്ന് നമ്മൾ 9 പുറത്തെടുത്തു. ബാക്കി എത്ര ഉണ്ട്? 2. 2 9 സാറല്ലേ 18. അതെ. എം ക്യൂബിനകത്ത് നിന്ന് 2 എം പുറത്ത് പോയി, അപ്പോൾ 1 എം ബാക്കിയുണ്ട്. n⁵ നിന്ന് 3 n പുറത്ത് പോയി, ബാക്കി എന്താണ്? 2 പുറത്തുണ്ട്, അകത്തുണ്ട്. അപ്പോൾ എന്താ ഇവിടുത്തെ ആൻസർ? നമുക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ 9 എം സ്ക്വയർ എൻ ക്യൂബ് ബ്രാക്കറ്റിൽ 3 mn - 1 മൈനസ് 2 mn സ്ക്വയർ. ഇവിടെ n സ്ക്വയർ ആണ്. ഇതാണ് ആൻസർ. 9 എം സ്ക്വയർ എൻ ക്യൂബ് ഇൻറ്റു 3 mn - 1 മൈനസ് 2 mn സ്ക്വയർ. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. 24 mn സ്ക്വയർ പ്ലസ് 16 m സ്ക്വയർ n സ്ക്വയർ മൈനസ് 32 m സ്ക്വയർ n. ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ക്വസ്റ്റ്യനാണ്. ഒന്ന് ചിന്തിക്കുക, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ആദ്യം ഈ നമ്പേഴ്സ് എല്ലാം നോക്കാം. 24 16 32. ഏതിൻ്റെങ്കിലും ടേബിളിൽ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? 24 16 32. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 24 16 32 എന്നുള്ളത് ഫാക്ടറൈസ് ചെയ്യാൻ 2 കൊണ്ട്. അപ്പോൾ 12 കിട്ടും, 8 കിട്ടും, 16 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ 6 കിട്ടും, 4 കിട്ടും, 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും, 2 കിട്ടും, 4 കിട്ടും. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പറും വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതാണ് HCF. 2 × 2 × 2 ആണെന്ത്? HCF. 2 × 2 4, 4 × 2 8. 8 ആണ് HCF. അപ്പോൾ നമ്മൾ 8 കോമൺ ആയിട്ട് എടുക്കണം. ഓക്കെ, 8 കോമൺ ആയിട്ട് എടുക്കണം. പിന്നെ ഇവിടെ ഒരു M ഉണ്ട്, ഇവിടെ 2 M ഉണ്ട്, ഇവിടെ 2 M ഉണ്ട്. അപ്പോൾ ഒരു M പുറത്തെടുക്കാം. ഓക്കെ, മിനിമമേ പുറത്തിറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ 2 N ഉണ്ട്, ഇവിടെ 2 N ഉണ്ട്, ഇവിടെ 1 N ഉണ്ട്. അപ്പോൾ 1 N പുറത്തെടുക്കാം. മിനിമമേ പുറത്തെടുക്കാൻ പറ്റും. ഇനി 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറായി കിടക്കുന്നത് 3. M ഉള്ളത് പോയി, N 2 എണ്ണം ഉള്ളതിൽ 1 എണ്ണം പോയി, 1 N ബാക്കിയുണ്ട്. പ്ലസ് 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായി കിടക്കുന്ന 2 എടുത്തിട്ട് 2 M നിന്ന് 1 M പോയി, 2 N നിന്ന് 1 N പോയി. അപ്പോൾ ബാക്കി 1 M 1 N ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് മൈനസ് 32 / 8 ആണ്. ഈ കിടക്കുന്ന 4 2 M നിന്ന് 1 M പോയി, N ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും പോയി. അപ്പോൾ ഇവിടെ ബാക്കി M മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഒന്ന് റീറൈറ്റ് ചെയ്താൽ 8 mn ഇൻറ്റു 3n പ്ലസ് 2mn മൈനസ് 4m എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ഇത്രയും സെക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, 2 × x - 2y പ്ലസ് 5m × x - 2y. ഈ പ്ലസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് കോമൺ ആയി x - 2y ഉണ്ട്, ശരിയല്ലേ? അതങ്ങ് പൊതുവായി എടുക്കാം. x - 2y ബ്രാക്കറ്റിനകത്ത്. ഇവിടെ ഇനി എന്തോ ബാക്കിയുള്ളത്? 2. ഓക്കെ, ഇവിടെ എന്തോ ബാക്കിയുള്ളത്? 5m. എന്താ ഇവിടുത്തെ ചിഹ്നം? പ്ലസ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തോ ഉണ്ടായിരുന്നു? x - 2y. അതിനെ ഇങ്ങ് പുറത്തെടുത്തു. ബാക്കിയുള്ളതിനെ അതുപോലെ എഴുതി അതിനൊരു ബ്രാക്കറ്റിലിട്ടു. അത്രേ ഉള്ളൂ. സിമ്പിളാണത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ജെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 5x × 2m - n മൈനസ് 3 × 2m - n. ഓക്കെ, അതിവിടെ നോക്കുക. ഇതിനകത്ത് ഈ ഒരു കാര്യം അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ആണ്, ശരിയല്ലേ? അതിന് നമ്മളങ്ങ് പൊതുവായിട്ട് എടുക്കും. എങ്ങനെ എടുക്കാം? നോക്ക്, 2m - n അതിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇനി എന്തോ ബാക്കിയുള്ളത്? നോക്ക്, ഇവിടെ എന്തോ ബാക്കിയുള്ളത്? 5x. ഇവിടെ എന്തോ ബാക്കിയുള്ളത്? -3. അതിനൊരു ബ്രാക്കറ്റിലങ്ങ് എഴുതിയാൽ മതി. 5x - 3 പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? x - 2y ആദ്യത്തെ x - 2y × 2 + 5m ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ എന്താ? നമുക്കിപ്പോൾ കിട്ടിയല്ലോ രണ്ടാമത്തെ ആൻസർ. 2m - n × 5x - 3. ഓക്കെ, ഇതുപോലെ തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്തില്ലേ? ഇനി 7m × എങ്ങനെയാണ്? 3x - 4y മൈനസ് 2 × 3x - 4y.
അപ്പുറത്തും ഇപ്പുറത്തും എന്ത് കോമൺ ആയിട്ടുണ്ട്? 3x - 4y ഉണ്ട്. അത് നമുക്ക് പൊതുവായി എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 3x - 4y ഇതൊരു ബ്രാക്കറ്റിൽ. ഇവിടെ ബാക്കിയുള്ള എന്താ? 7m. ഇവിടെ ബാക്കിയുള്ള എന്താ? -2. ഇത് എഴുതി അത് ഒരു ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. ഫാക്ടറൈസ് ആയി. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് തനിയെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അതൊരു വർക്കായിട്ട് എടുക്കുക, ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നോക്കിക്കോളൂ. അല്ലെങ്കിൽ അതും കൂടെ പറയില്ലെങ്കിൽ അത് മിസ്റ്റേക്ക് വന്നാലോ. 2m - 3 ഇൻറ്റു -2m - 3. ഇവിടെ അപ്പുറം ഇപ്പുറം എന്തായിട്ട് കോമൺ ഉണ്ട്? 2m - 3. 2m - 3 നമ്മൾ പൊതുവായി എടുത്തതിന് ശേഷം ഇവിടെ എന്ത് ബാക്കിയുണ്ടെന്ന് നോക്കുക. ഇവിടെ 5 ഉണ്ട് ബാക്കി അല്ലേ. ഇവിടെ പിന്നെ ഒന്നും ബാക്കിയില്ലെന്ന് വിചാരിക്കരുത്. അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. എന്ത് 1? -1. അപ്പോൾ അവിടെ 5x - x എഴുതിയില്ല. 5x - 1 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒന്ന് നോക്കേ. 5x ഇൻറ്റു 2m - 3ൽ -2m - 3. നമ്മൾ ഈ മൈനസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് കോമൺ ആയിട്ടുണ്ട്? 2m - 3. നമുക്കത് കോമൺ ആയിട്ട് എടുക്കാം. 2m - 3 എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കാം. ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? നോക്ക്, ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? 5. ഇവിടെ ഒരു മൈനസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. മൈനസ് മാത്രമല്ല, അവിടെ ഒരു -1 ആണുള്ളത്. ഇതാ ഉള്ളത് -1. ഓക്കെ, അപ്പോൾ അവിടെ 5x - 1 എന്ന് എഴുതണം. ഇല്ലെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇവിടെ 2m - 3 പോകുമ്പോൾ അവിടെ ഒന്നുമില്ലാന്ന് വിചാരിക്കരുത്. 1 ഇൻറ്റു 2m - 3 നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2m - 3 കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ബാക്കി 1 ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഒന്നുമില്ലാന്ന് എഴുതി വെച്ചാൽ തെറ്റിപ്പോവും. ഇവിടെ 1 ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മൾ ഫാക്ടർ ബൈ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തഡാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ax + ay + 2x + 2y. ഈ രണ്ട് ഗ്രൂപ്പും ഈ രണ്ട് ഗ്രൂപ്പും ആക്കാം ഇതിനെ. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? ഇവിടെ ആരൊക്കെയാണ് കോമൺ ഉള്ളത്? ഇവിടെ a ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട്? a ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട്? 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് a കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ a കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? ഇവിടെ ബ്രാക്കറ്റിൽ x + y. കണ്ടോ? ഇവിടെ നിന്ന് ആരെ കോമൺ ആയിട്ട് എടുക്കാം? +2ന്. അപ്പോൾ +2 ഇൻറ്റു x + y. അപ്പോൾ നോക്ക്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആയില്ലേ? ഇവിടെ x + y കിട്ടി, ഇവിടെ എന്തോ കിട്ടി? x + y കിട്ടി. അപ്പോൾ അതിനെ എന്തായിട്ട് എടുക്കാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ x + y ഇൻറ്റു ഇവിടെ എന്താ ബാക്കി? a. ഇവിടെ എന്താ ബാക്കി? +2. അതിനെ ഒരു ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, മനസ്സിലായല്ലോ? 2-3 കണക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഓക്കെ ആവും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താ കിട്ടിയത്? x + y ഇൻറ്റു a + 2. അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കോ. 9x² + 15x + 3x + 5. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ ഒരു ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 9ഉം 15ഉം 3ൻ്റെ ടേബിൾ വരുന്നതാണല്ലേ. അപ്പോൾ 3 അവിടെ കോമൺ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ x² ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പോൾ ഒരു x കോമൺ എടുക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചാൽ 9 ആൻഡ് 15 അതിൽ നിന്ന് നമ്മൾ 3 കോമൺ എടുക്കുന്നു. x² ആൻഡ് x അതിൽ നിന്ന് x കോമൺ എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? 3x² നിന്ന് 3x പോയാൽ ബാക്കി 3x ഉണ്ടല്ലേ. 3 × 3 9, x × x x², ശരിയല്ലേ? പ്ലസ് 15 അകത്തുനിന്ന് നമ്മൾ 3 കോമൺ എടുക്കുമ്പോൾ ബാക്കി 5 വരുന്നുണ്ട്. ഈ x അങ്ങ് ഇവിടെ പോയി, കോമൺ ആയിട്ട് പോയി. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നീട് എന്താ ഉള്ളത്? 3x + 5. ഇവിടെ നോക്കി, ഈ ഗ്രൂപ്പിൽ ഒരു 3x + 5 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 3x + 5. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. 3x + 5 കോമൺ ആയിട്ട് എടുക്കാം. 3x + 5 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇവിടെ എന്ത് ബാക്കിയുണ്ട്? 3x പ്ലസ് ഇവിടെ ഒന്നും ബാക്കിയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ബാക്കിയുണ്ട്? 1 ബാക്കിയുണ്ട്. അങ്ങനെ എഴുതണം. ഓക്കെ, 3x + 5 ഇൻറ്റു 3x + 1 എന്നുള്ള ആൻസറാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? രണ്ട് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഐഡിയ മനസ്സിലോട്ട് കയറത്തുള്ളൂ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ നോക്കുക എവിടെയാണ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമുക്കൊന്നും കോമൺ എടുക്കാനില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാഞ്ഞത്. പക്ഷേ ഇവിടെ കോമൺ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് 3xനെ എന്ത് ചെയ്തു? കോമൺ എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം എവിടെ നിന്നാണ് കോമൺ എടുക്കാൻ കഴിയുന്നത്, ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സി ക്വസ്റ്റ്യൻ. xy + x + y + 1. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ആരെ കോമൺ എടുക്കാൻ പറ്റും? എക്സിന്. ഇവിടെ ഒന്നും കോമൺ എടുക്കാനായിട്ടില്ല. എടുക്കാൻ പറ്റുന്നതിനെ പുറത്തെടുക്കാം. ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് എക്സിനെ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? y + x പോയാൽ ഒന്നുമില്ലെന്ന് പറയരുത്. അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, പ്ലസ് y + 1. വീണ്ടും നമുക്ക് നോക്കാം. ഇവിടെയും y + 1 ഉണ്ട്, ഇവിടെയും y + 1 ഉണ്ട്. എന്തിനെ കോമൺ ആയിട്ട് എടുക്കാം? y + 1നെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് ബാക്കിയുണ്ട്? ഇവിടെ
എക്സ് പ്ലസ് ഇവിടെ ഈ y+1 പോയാൽ പിന്നെ 1 ബാക്കിയുണ്ട് എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ 8xm പ്ലസ് 6xn മൈനസ് 12ym മൈനസ് 9yn. ഓക്കെ, എന്തൊക്കെ കോമൺ ഉണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ 8xm ഇവിടെ 6xn. ഓക്കെ, ആ ഒരു കാര്യം ഇത് മാത്രം നോക്കിയിട്ട് 8 6 2ൻ്റെ ടേബിൾ വരുന്നതാണ്. എക്സ് അതും കോമൺ എടുക്കാം. ഒരു 2xനെ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇവിടെ എന്ത് വരും നോക്കൂ. 2 × 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും 4m പ്ലസ് 6ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3. ഓക്കെ, അല്ലാതെ 4 എന്ന് പറയരുത്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും നമ്മൾ എഴുതുന്നു. ഓക്കെ, 3 പുറത്ത് പോയി എന്ത് വരും n മൈനസ് ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം. ഒരു -3 കോമൺ എടുത്തൂടെ. 12ഉം 9ഉം ഈ 12ഉം 9ഉം 3ൻ്റെ ടേബിൾ വരുന്നതല്ലേ. അപ്പോൾ ഒരു -3 കോമൺ എടുക്കാം. ഓക്കെ, ഒരു -3 കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും നോക്കാം. ബാക്കി എന്ത് വരും 12ന് 4 3 മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ കോമൺ എടുക്കാൻ പറ്റുന്നത്. 3 മാത്രമല്ല, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു y ഇല്ലേ, ഇവിടെയും y ഇല്ലേ. അപ്പോൾ 3y കോമൺ എടുത്തൂടെ. ശരിയാണ്, 3y കോമൺ ആയി എടുത്താൽ ബാക്കി 4m മൈനസ് 3 മൈനസ് അല്ല പ്ലസ് 3n. എന്തുകൊണ്ടാണ് അവിടെ പ്ലസ് വന്നതെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കേ, നമ്മൾ കോമൺ എടുത്തത് ആരെയാണ്, -3 ആണ്. അപ്പോൾ ഇവിടുന്നും -3 ആണ് പുറത്തേക്ക് പോയത്. ആ മൈനസും കൂടെ പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അകത്ത് എന്തേ വരുള്ളൂ, പ്ലസ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, ഇനി നോക്ക്, ഈ ഒരു ഗ്രൂപ്പിലും ആരാ കോമൺ ആയിട്ടുള്ളത് 4m + 3n. അപ്പോൾ ആൻസർ എന്താ 4m + 3n ഇൻറ്റു ഇവിടെ ബാലൻസ് എന്തുണ്ട് 2x, ഇവിടെ ബാലൻസ് എന്തുണ്ട് -3y. അത് ഒരു ബ്രാക്കറ്റിലിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താ പറയുന്നതെന്നുള്ളത്. ഗ്രൂപ്പ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. 2 ഗ്രൂപ്പിൽ നിന്നും കുറച്ച് ആൾക്കാരെ കോമൺ ആയിട്ട് എടുക്കുന്നു. കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15xm മൈനസ് 5xn 6ym മൈനസ് 2yn. ഓക്കെ, ഇതിൽ നിന്ന് ഈ 15ൽ നിന്നും 5ൽ നിന്നും നമുക്ക് 5 കോമൺ എടുക്കാം. ഒരു എക്സും ഇവിടുത്തെ എക്സും കോമൺ എടുക്കാം. സോ 5x കോമൺ എടുക്കാം. ബാക്കി 3m മൈനസ് വെറും n അല്ലേ, 5x അവിടെ നിന്ന് പുറത്തു പോയി പ്ലസ് 6yൽ നിന്നും -2yൽ നിന്നും 6yൽ നിന്നും -2yൽ നിന്നും നമുക്കൊരു ആരെ കോമൺ എടുക്കാം, 2നെ കോമൺ എടുക്കാം. 2yനെ കോമൺ എടുക്കാം. 2yനെ കോമൺ എടുത്താൽ ഇവിടെ ബാക്കി പിന്നെ 3m മൈനസ് n എന്നാണ്. ശ്രദ്ധിക്കൂ, ഇവിടെ രണ്ടിടത്തും ഇനി എന്തോ കോമൺ ആയിട്ടുള്ളത്, ഈ ഒരു സംഭവമല്ലേ കോമൺ ആയിട്ടുള്ളത്. ഏതാ 3m മൈനസ് n എന്നുള്ളത്. അതങ്ങ് കോമൺ ആയി എടുക്കാം. ഓക്കെ, 3m മൈനസ് n കോമൺ ആയി എടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത് 5x, ഇവിടെ എന്താ ഉള്ളത് പ്ലസ് 2y. 3m മൈനസ് n 3m മൈനസ് n ഇൻറ്റു 5x പ്ലസ് 2y എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇവിടെ 1845 xn. അപ്പോൾ 18ഉം 45ഉം 9ൻ്റെ ടേബിളിൽ വരുന്ന 2 നമ്പേഴ്സാണ് ഏത് 18ഉം 45. അപ്പോൾ നമുക്ക് 9x കോമൺ ആയിട്ട് എടുക്കാം ഇവിടെ നിന്ന്. ഓക്കെ, 9x കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ 2m മൈനസ് എന്താണ് 9 ടേബിളിൽ 45 5 അല്ലേ വരുന്നത്. അപ്പോൾ 5n എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം, ഒരു മൈനസല്ല കിടക്കുന്നത്, -4 കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. 8ഉം 20ഉം 4ൻ്റെ പട്ടിക വരുന്നതല്ലേ. അപ്പോൾ -4y കോമൺ ആയിട്ട് എടുത്താൽ y ഉണ്ടല്ലോ ഇവിടെ y കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എന്ത് ബാക്കി വരും, -4y കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരുന്നത് 2m, ഇവിടെ എന്താ ബാക്കി വരുന്നത് 5n അല്ലേ. 20 അഞ്ചാമതല്ലേ വരുന്നത് 4ൻ്റെ ടേബിളിൽ. ഇനി നടുക്കത്തെ ചിഹ്നം എന്താണെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് പറഞ്ഞുതരാൻ പോവാണ്, ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തെടുത്തിരിക്കുന്നത് എന്താണ്, മൈനസാണ്. ഇവിടെ കിടക്കുന്നത് എന്താണ്, പ്ലസ്സാണ്. അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈനെ വേറൊരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് സൈനിൽ നിന്നും കൂടിയാണ് നമ്മളൊരു മൈനസ് സൈനെ പുറത്തോട്ട് എടുക്കുന്നത്. പിന്നെ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ, മൈനസേ ഉള്ളൂ എന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി, ഈ -4y കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണ്ട് ഈ -4y കൊണ്ട് ബ്ലാക്ക് ഇങ്കിൽ വരയ്ക്കാം.
-4y ഉണ്ട്. എന്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2m മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 2 8, y × m ym -4 എന്ന് വരും. എന്നിട്ട് നമ്മൾ ഈ -4 കൊണ്ട് -5n മൾട്ടിപ്ലൈ ചെയ്തെങ്കിലല്ലേ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ എന്ത് വരൂ, പ്ലസ് വരികയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അവിടെ മൈനസ് ആയല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയും ചിന്തിച്ചാൽ മതി. ഇനി രണ്ട് സൈഡിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്? 2m - 5n. ഇവിടെ എന്തുണ്ട്? 2m - 5n. സോ നമുക്ക് 2m - 5n പുറത്തെടുക്കാം. ബാക്കി ഇവിടെ എന്താ ബാലൻസ് ഉള്ളത്? 9x മൈനസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? 4y. അപ്പോൾ ആൻസർ എന്താണ്? 2m - 5n × 9x - 4y. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? പോകാം. ഓക്കെ, ശരി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 24xm - 18xn + 20ym - 15yn. ഇതിനകത്ത് ഈ ഒരു സെക്ഷനിലും എന്തൊക്കെയാണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് നോക്കാം. എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കിട്ടുക നോക്കാം നമുക്ക്. ഇവിടെ 24 ആണ്, ഇവിടെ 18 ആണ്. അപ്പോൾ 24 18 വരുന്ന ടേബിൾ എന്ന് പറയുന്നത് 6ൻ്റെ ടേബിളാണ്. ശരിയല്ലേ? 6ൻ്റെ ടേബിളിൽ നമുക്ക് എന്തിനൊക്കെ കിട്ടും? 24നെ 18നെയും കിട്ടും. അപ്പോൾ 6, പിന്നെ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ 6x പുറത്തെടുത്താൽ ബാക്കി 4m എന്നാണ് ഇവിടെ വരിക അല്ലേ? ഇവിടെ 16 പോയി കഴിഞ്ഞാലോ 3n എന്ന് വരും. പ്ലസ് 20 15 5 പുറത്തെടുക്കാം. ശരിയല്ലേ? 5 പുറത്തെടുക്കാമല്ലോ. 5 മാത്രമല്ല വൈയും കൂടെ പുറത്തെടുക്കാം. അപ്പോൾ 5y പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി 4m - 15 5 പുറത്ത് പോയി കഴിഞ്ഞാൽ 3 3n. ഇവിടെയും ആര് കോമൺ ആയിട്ടുണ്ട്? 4m - 3n. സോ 4m - 3n × 6x + 5y. ഓക്കെ, 4m - 3n × 6x + 5y. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 21ഉം ഇവിടെ 35ഉം ആണ്. 21ഉം 35ഉം നമുക്ക് 7 എടുക്കാം അല്ലേ? 7 മാത്രമല്ല എക്സിനെയും കൊണ്ട് എടുക്കാം. അപ്പോൾ 7x കോമൺ എടുത്തു കഴിഞ്ഞാൽ 3m എന്ന് വരും. പ്ലസ് 5n എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ 6ഉം 10ഉം 2 കോമൺ എടുക്കാം. അതേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 മാത്രമല്ല വൈയും കൂടെ കോമൺ എടുക്കാം. അവിടെ വൈ ഉണ്ടല്ലോ രണ്ടിടത്തും. വൈയും കൂടെ കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും? 3m + 5n. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 3m + 5n. അപ്പോൾ എങ്ങനെ എഴുതാം? 3m + 5n × 7x + 2y. ഓക്കെ അല്ലേ? സംഭവം സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2xm - 3xn - 6ym + 9yn. ഇവിടെ ഇതൊരു സെക്ഷനാക്കാം, ഇതടുത്ത സെക്ഷനാക്കാം. അതിവിടെ 2, ഇവിടെ എന്താണ്? 3. ഒന്നും കോമൺ എടുക്കാനായിട്ട് കഴിയില്ല. ഇവിടെ 6ym 9yn. അവിടെ കോമൺ എടുക്കാനായിട്ട് പറ്റുന്നത് എന്തിനാണ്? 6yക്കകത്ത് 9yക്കകത്ത് നമുക്ക് 3 കോമൺ എടുക്കാം. ഇവിടെ ഒരു എക്സ് മാത്രമല്ലേ കോമൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? പറ. 2m - എന്താണ്? 3n എന്നുള്ളതാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് -3നെ കോമൺ എടുക്കാം. -3നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ബാക്കി വരും? 3y ആണ്. -3yനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2m - 3n എന്ന് വരും. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് മാറി മൈനസ് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ പുറത്തെടുത്തിരിക്കുന്ന -3 ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസിൻ്റെ പ്രോഡക്റ്റാണ് ഒരു പ്ലസ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മതി. ഒരു മൈനസ് പുറത്ത് പോയാൽ പിന്നെ അവിടെ ആരേ ഉള്ളൂ? മൈനസേ ഉള്ളൂ എന്ന് ഓർക്കുക. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അതാണ് കറക്റ്റായിട്ടുള്ള വേ. ഇല്ലയെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തുകൊണ്ട് അവിടെ -1 എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് എഴുതാം. രണ്ടിടത്തും 2m - n വന്നല്ലോ. അപ്പോൾ 2m - 3n × x - 3y എന്ന് കിട്ടും. 2m - 3n × x - 3y. ഓക്കെ, ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതിനൊരു ഗ്രൂപ്പാക്കാം, ഇതിനൊരു ഗ്രൂപ്പാക്കാം. 80 56 8ൻ്റെ ടേബിൾ വരും അല്ലേ? അപ്പോൾ 8 കോമൺ എടുക്കാമല്ലോ. 8 കോമൺ എടുക്കാം. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ 8a കോമൺ എടുക്കാം. 8a കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 10c + 7d അങ്ങനെ വരും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് -3 കോമൺ എടുക്കാം. ഓക്കെ, -3 കോമൺ എടുക്കാം. -3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 മാത്രമല്ല ബി ഉണ്ടല്ലോ അപ്പുറം. അപ്പോൾ 3b കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി 10c പ്ലസ് എന്താണ്? 10c പ്ലസ് എത്ര? 7d.
ഇവിടെ പ്ലസ്, ഈ മൈനസ് എങ്ങനെ ഇവിടെ വന്നപ്പോൾ പ്ലസ് ആയി എന്നറിയണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മൈനസ്, ഈ രണ്ടിടത്ത് നമ്മൾ മൈനസ് അല്ലേ കോമൺ എടുത്തത്, അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്, പ്ലസ് ആണ് ഉള്ളത്. അതായത് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു പ്ലസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ എന്തേ ഉള്ളൂ എന്ന് ഓർക്കുക, പ്ലസ്സേ ഉള്ളൂ എന്ന് ചിന്തിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. ഈ രണ്ടിടത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്തോ എടുക്കാം, 10c പ്ലസ് 7d കോമൺ ആയിട്ട് എടുക്കാം. പിന്നെന്താ വരുന്നത്, 8a മൈനസ് 3b എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 10c പ്ലസ് 7d ഇൻറ്റു 8a മൈനസ് 3b എന്നുള്ളതാണ് ഇതിൻ്റെ എന്ത് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണക്ക് ഞാൻ പറഞ്ഞു തരാം, ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ രണ്ടിടത്ത് നമുക്ക് 4, ഇവിടെ 4 കോമൺ എടുക്കാം, a കോമൺ എടുക്കാം, ബാക്കി വരുന്ന ഇവിടെ എഴുതാം. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് 5 കോമൺ ആയിട്ട് എടുക്കാം, ബാക്കി വരുന്ന അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ വരുമ്പോൾ 11a കോമൺ എടുക്കാം, ഇവിടെ 5b ആണ് കോമൺ എടുക്കേണ്ടത്. ഓക്കെ, 11a കോമൺ എടുക്കാം, ബാക്കി വരുന്ന അവിടെ എഴുതുക. ഇവിടെ വരുമ്പോൾ നമുക്ക് -2b കോമൺ എടുക്കാം, ബാക്കി വരുന്ന എഴുതുക. ഓക്കെ, അപ്പോൾ രണ്ട് കണക്കുകൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ടത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, താങ്ക് യു.